അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. മറ്റൊന്നുമല്ല, അതെ, ഇന്ന് ചില കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം. അതെ, തനിക്ക് വേണ്ടി തനിക്ക് ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങൾ. അല്ലാഹുവേ റബ്ബേ, അതെ, ഉമ്മ പറഞ്ഞതിനനുസരിച്ച് അബൂബക്കർക്കയുടെ ആ വീട്, ആ മക്കള്, അവർക്കൊരു ജീവിതം, അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ അതെല്ലാം സെറ്റാക്കി കൊടുക്കണം ഇൻഷാ അല്ലാ. അതിനുവേണ്ടി ഷമ്മാസ് വില്ലകൾ പോയി നോക്കി. അതെ, അവരുടെ ആ കൊച്ചു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റിയ രീതിയിലുള്ളത് ശരിക്കും ഒരു വീടാകുമ്പോഴേക്കും അവർക്ക് അവിടെ വാടകയ്ക്ക് താമസിക്കാം. അതിനുള്ള രീതിയിലാണ് ഷമ്മാസ് സെറ്റാക്കി കൊടുക്കുന്നത്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെല്ലാം കയറി ഇറങ്ങി. ഉമ്മ പറഞ്ഞു, പൊന്നു മോനെ, കുറേ ദൂരമൊന്നും പോകണ്ട കേട്ടോ, ഇവിടെ അടുത്തൊക്കെ തന്നെ മതി, എന്തെങ്കിലുമൊക്കെ വലിയ ആവശ്യത്തിനൊക്കെ വിളിക്കാനും ഇതിനൊക്കെ. എന്നാൽ ഹഫ്സ എന്നവർ പോയി കഴിഞ്ഞാൽ ഐഷുമ്മക്ക് അത് വല്ലാത്തൊരു പ്രയാസമുള്ളതുപോലെ തോന്നുകയാണ്. കാരണം ഹഫ്സ എന്ന് വെച്ചാൽ സമീറയെ പോലെ തന്നെയാണ്. എല്ലാ കാര്യത്തിലും ഐഷുമ്മയെ സഹായിക്കുന്നതാണ്, എല്ലാ ജോലികളിലും കൂടുന്നതാണ്. ഇനിയിപ്പോൾ നുസി പോയി കഴിഞ്ഞാലും തന്നെ ഒരാളുണ്ടാവുമ്പോൾ ഒരു സുഖമാണ് ഐഷുമ്മ വിചാരിക്കുകയാണ്. സൗദ പിന്നെ പെറ്റെടുക്കുകയാണ്, അതായത് ദിവസങ്ങളെ കൊണ്ട് അയക്കണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു രക്ഷയും കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ ഓളെ കുളിയും നനയും ഒക്കെ ഒന്ന് കഴിച്ചണല്ലോ. തേച്ച് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, അതൊന്നും കിട്ടിയിട്ടുമില്ല. ഇപ്പം അറിയില്ല, കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. ഊരവേദനയും കാലുവേദനയും തലവേദനയൊക്കെ ആയിട്ട്. പെറ്റ് കിടന്നിട്ടില്ലല്ലോ, പെറ്റ് നടക്കല്ലേനാ. പെറ്റ് കെടുക്കുമ്പോഴാണ് അതിൻ്റെ നാടിൻ നിരമ്പൊക്കെ ഒന്ന് നേരാൻ തന്നെ എത്ര ദിവസം പിടിച്ചും. ചിലവരുണ്ട് പെറ്റെടുക്കുന്ന സമയത്തൊക്കെ നീച്ച് നടക്കണ്, എന്നാലോ പിന്നെയൊക്കെ അതിൻ്റെ കേട് കാണുക. ആ ഒരു 4 ദിവസം അതൊന്നെങ്കിലും ഒന്നുണ്ട് കയ്യും നാലും നീട്ടിക്കിടന്നാൽ. ഇതതും കിട്ടിയിട്ടില്ല. എന്നാൽ ഐഷുമ്മക്ക് സൗദിയുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മോളെ, പിന്നെ ഞാൻ ഒത്താച്ചീനോട് വരാൻ പറഞ്ഞേക്കണ്, ഷാമോനോട് ഏൽപ്പിച്ചിനും പറയാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 10-20 ദിവസമെങ്കിലും നല്ലോന്നുണ്ട് എണ്ണയും കുഴമ്പൊക്കെ തേച്ച് കയ്യും കാലും നീട്ടി കിടന്നൊന്ന് കുളിച്ചാലേ, എന്നാൽ ശരീരത്തിന് നല്ലതാണ്. അല്ലാന്ന് വെച്ചാൽ നമ്മളെ തടി നോക്കിയിട്ടില്ലെങ്കിൽ തടി ഉണ്ട് കലീബായും പോവാന്ന് എൻ്റെ അമ്മ പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ തടി കുറച്ചൊക്കെ നോക്കണം, എന്നെങ്കിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നോക്കേണ്ട കാലത്തല്ലേ നോക്കുള്ളൂ, എപ്പോഴും നോക്കാൻ പറ്റൂലല്ലോ. ഐഷുമ്മ സ്നേഹത്തോടെ അതാ സൗദയെ നോക്കുകയാണ്. മോളെ, എന്തായാലും ഇൻഷാ അല്ലാ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഓള് വരും. ഞമ്മക്കിപ്പോൾ വേറെ ഒത്താച്ചിനെ ഇവിടെ കിട്ടാനില്ല, ഇവിടെ സ്ഥിരമായിട്ടുള്ളത് റുക്കി തന്നെയാണ്. ചിലപ്പോൾ ഒരു സ്വഭാവത്തിനൊരു മാറ്റമാണ്, ചിലപ്പോൾ എന്നാലും കുഴപ്പമില്ല, നല്ല ഒഴിഞ്ഞു കുളിപ്പിച്ച അവൾ വലിയ ഉഷാറാണ്. എന്തായാലും മണ്ടിയില്ല, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരും. എന്നാൽ സൗദ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. ആയിക്കോട്ടെ, എനിക്കിപ്പോൾ എന്താ, ഇവിടെ നീണ്ടു തീർന്ന് കിടന്നാൽ പോരെ, അമ്മ കുട്ടിനെ വരെ നോക്കൂ. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് വില്ല നോക്കി സെറ്റാക്കി വന്നിട്ട് ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മ, മോനെ, ഉമ്മ, അതൊരു 3 ബെഡ്റൂം വില്ല ഉണ്ട്. അതായത് 3 ബെഡ്റൂം വെച്ചാൽ ഒന്നൊരു കിച്ചണായിട്ടാണ് വരുന്നത്. 2 ബെഡ്റൂം ശരിക്കുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ഹാള്, ഒരു സിറ്റ് ഔട്ട്, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ പുറത്തൊക്കെ ഒരു വർക്ക് ഏരിയ ഉണ്ട്, കിച്ചൺ വേണമെങ്കിൽ അങ്ങോട്ടാക്കാം. മറ്റേത് പൊന്നു മോനെ, ഓലും ഉമ്മയും ഇപ്പം മക്കളും അല്ലേ, അത് മതിയല്ലോ എൻ്റെ പൊന്നാരെ, അത് മതിയേ. പിന്നെ ഇൻഷാ അല്ലാ നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ ഓരോ വീടനുസരിച്ച് അങ്ങനെ സെറ്റായി കൊടുക്കുക. ഉമ്മാൻ്റെ കുട്ടി അതാണ്ട് നോക്കി പറ്റി പോന്നാളിട്ടാ. അല്ല മോനെ, ഒട്ടേറെ ദൂരം ഉണ്ടാ? ദൂരം എന്ന് പറയാനുമ്മ പറയുകയാണെങ്കിൽ വലിയ ദൂരമൊന്നും ഇല്ല, അവിടെ അടുത്ത് ഏകദേശമൊക്കെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. എന്നാ ആയിക്കോട്ടെ മോനെ. അങ്ങനെ അതാ അവർക്കുള്ള വീട്, ഹഫ്സക്കും മക്കൾക്കും ഭർത്താവിനുമുള്ള ഒരു വില്ല അവിടെ ഷമ്മാസ് സെറ്റാക്കുന്നു. എന്നാൽ ഈ സമയം അതാ നമ്മുടെ സത്താറിൻ്റെ ഭാര്യയോട് ഐഷമ്മ പറയുകയാണ്, നിങ്ങൾക്ക് നാളെ മറ്റന്നാളെ പോകാം, എല്ലാവരും കൂടി ഒപ്പം പോയി എനിക്ക് പൊറുതിയുടെ ഇക്കാരം. 2 ദിവസം ഇവിടെ കഴിഞ്ഞ്, ഏതായാലും 2 ദിവസം റെസ്റ്റ് എടുക്കേ. ഇതിപ്പോൾ ഏതായാലും അവിടെ തല കറങ്ങി ബുകലും ഒക്കെ കഴിഞ്ഞ തന്നെയല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം, ഇജും കുട്ടികളും ഇവിടെ നിൽക്കട്ടെ മോളെ. ഐഷമ്മ പറഞ്ഞത് കേട്ടപ്പോൾ സൗദ ഒരു നിമിഷം അത് കാതോർത്തു. ഇതിപ്പോൾ എന്തിനിപ്പോൾ ഇങ്ങനെ നിർത്തുന്നത് പോലെ, ഓൾക്ക് വീടും കൂടിയൊക്കെ ഇല്ലേ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തിനാണ് നിർത്തുന്നതാവോ. അവൾ ഉമ്മയുടെ അരികിലേക്ക് ചെന്നു. ഉമ്മയോട് വളരെയധികം സ്നേഹത്തിലാണ് സൗദ പെരുമാറുന്നത്. അത് ശരിക്കും ഉമ്മക്കത് വല്ലാത്തൊരു സന്തോഷവുമാണ് ആകുന്നത്. മോളെ,
പിന്നെ വല്ലാതെ നീച്ചങ്ങനെ മണ്ടിപ്പായി നടക്കണ്ട, ഒന്നവിടെ റെസ്റ്റ് എടുത്തിരുന്നോ. എനിക്ക് ഏതായാലും ഒരു 10-25 ദിവസമെങ്കിലും എന്നൊന്ന് ഒഴിഞ്ഞു കുളിപ്പിച്ചണം. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ നിന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഉമ്മ ഏതായാലുമില്ലേ പാവങ്ങളാണല്ലേ സത്താറിൻ്റെ ഭാര്യയും അവരൊക്കെ. ആടി പാവങ്ങളാണ്. നമ്മളിവിടെ ഇത് തണൽ കൊടുക്കാൻ ഞാൻ പറ്റൂരല്ലോ. നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ നമ്മൾ വിധിയൊക്കെ വരികയെന്ന് പഠിച്ചോനല്ല അറിയുള്ളൂ. നമ്മൾ അങ്ങനെ ഒരാളെയും കടുപ്പം കാട്ടാൻ പാടില്ലല്ലോ. എന്നാൽ ഈ സമയം സൗദ അതാ നുസൈബയുടെ അരികിലേക്ക് എത്തി. നുസൈബ കിച്ചണിൽ എന്തോ തിരക്കിട്ട പണിയിലായിരുന്നു. ഇത്താ നുസൈബ ഈ അറിഞ്ഞോ? എന്തിത്താ? ഉമ്മ ഇന്നും നാളൊന്നും ഓല വിടുന്ന ലക്ഷണമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾക്ക് വീടൊക്കെ ഉള്ളതല്ലേ, അവിടെ കൊണ്ടാക്കി കൊടുത്താൽ പോരെ. ഇതിപ്പോൾ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് തള്ളി മക്കളും. ഓൽക്കിപ്പോൾ ഇവിടുന്ന് 3-4 നേരം തിന്നും ചെയ്യാം, നല്ല മട്ടത്തിന് കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം, നല്ല സുഖവും സൗകര്യം, AC റൂമും നല്ല സുഖമല്ലേ ഓൽക്ക്. അപ്പോൾ ഓലിപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഉമ്മ നിർത്തുന്നത്? ഇത്താ അവരെന്നല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതല്ലേ, ആ ക്ഷീണവും പ്രയാസം വിഷമങ്ങളൊക്കെ മാറട്ടെ. പിന്നെയെന്ന് വെച്ചാൽ അവർ ഭർത്താവ് അത് ജയിലിലല്ലേ. സത്യം പറഞ്ഞാൽ അതൊക്കെ വളരെയധികം വേദനാജനകമായ കാര്യങ്ങളല്ലേ. എന്തൊക്കെ തന്നെയായാലും അവരെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തോളാന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഷാമോൻക്കെയും എന്നോട് പറഞ്ഞ് അവരെ സംരക്ഷിക്കലേ നമ്മളെ കടമയാണ്. നമ്മൾക്ക് ഗതി വരികയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത്. എന്നാൽ സൗദ പറയുന്നു കാര്യമൊക്കെ ഓക്കെ തന്നെയാണ്, പക്ഷേ കൂടുതലായിട്ട് അടുപ്പിക്കാക്കുക നല്ലത്. ആ കവയം പറഞ്ഞു വിടേണ്ട കേസല്ലേ. ഓലിപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പുത്തൻ വീട് തറവാട്ടിൽ ഇങ്ങനെ AC റൂമിലിരുന്ന് സുഖിക്കണത്? ഓർക്കൊരു വീട്ടിൽ പോയാൽ പോരെ? എന്താന്നില്ലേ സത്താറെന്ന് പറയണേ എനിക്ക് ദേഷ്യമാണ്. അതെ, ഞാൻ ദിവസം കണ്ടൊരു കാഴ്ചയുണ്ട്. എൻ്റെ അനിയത്തി ഹസീന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണും അയാളും കൂടി ആ റൂമിനുള്ളിൽ. ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയതാണ്. അതിനുശേഷം വെറുത്തു പോയി അയാളെ. ഒരിക്കൽ പോലും അയാളുടെ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല. അയാളെ മക്കളെ കാണുമ്പോഴും എനിക്ക് അത് ദേഷ്യവും വെറുപ്പും വരികയാണ്. അയാളുടെ ഭാര്യയെ കാണുമ്പോഴും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എഴുന്നള്ളിച്ചതാവോ. ശരിക്കും അതാ സൗദക്ക് ആ ഒരു ചിന്താഗതിയായിരുന്നു. തൻ്റെ അനിയത്തിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന അതെ സത്താറ്, തന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നിന്നിരുന്ന ആ സത്താറ് അത്രക്കും മോശമായ സാഹചര്യത്തിൽ കണ്ടുകൊണ്ട് തന്നെ അങ്ങേയറ്റം വെറുപ്പായിരുന്നു അവൾക്ക്. അവരോട് നുസൈബയോട് കാര്യങ്ങൾ പറഞ്ഞു. നുസൈബ, നിന്നോട് എനിക്ക് വെറുപ്പും വിദ്വേഷവും ഒന്നും ഉണ്ടായിട്ട് പറയില്ല. സത്താറിൻ്റെ വൈഫും കുട്ടികളായിട്ടുള്ള ഇടപഴകൽ അത്ര നല്ലതല്ല. അതെ, അവന് അങ്ങനെ അങ്ങോട്ട് റെഡിയായി ഇങ്ങോട്ടും കയറി വരും. പിന്നെ നീയും ഞാനും ഒക്കെ അവൻ്റെ കെണിയിൽ അങ്ങോട്ട് പെട്ടുപോലെ ഇക്കാരം. വെറുതെ വേണ്ടാത്തൊരു പരിപാടിക്ക് നിൽക്കണ്ട. എന്താ ഇത്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? മൂപ്പരിപ്പോൾ ജയിലിലല്ലേ. പിന്നെ അയാൾ അങ്ങനെ ചെയ്തതിന് ആ പാവം മക്കൾ എന്ത് പിഴച്ചോ? പാവം ഭാര്യയും മക്കളും ഒന്നും അവർക്കൊന്നും അറിയില്ലല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പാവം മക്കളല്ലേ ആ ഭാര്യയും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും അയാളെ മക്കളല്ലേ, അയാളെ ബുദ്ധി അവറ്റുകൾക്കും വരികയാണെങ്കിലോ? എൻ്റെ പൊന്നു ഇത്ത, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ചെറിയ മക്കളല്ലേ, അവർക്ക് എന്തറിയാനാ? ബാപ്പ അങ്ങനെ ഒരു തെറ്റിൽ പോകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് മക്കൾ എന്ത് പിഴച്ചു? അവർ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളല്ലേ, പറയാൻ പറ്റുന്നില്ല. ബാപ്പാൻ്റെ കണ്ടേ മക്കൾ പഠിച്ചുകൂടാനൊന്നും ഉണ്ടാവില്ല. സൗദിയുടെ വാക്ക് കേട്ട് നുസൈബ ശരിക്കും ഞെട്ടി. എന്താ നുസൈബ, ഞാൻ പറയണേനൊക്കെ ഈ എതിരാണല്ലോ പറയണത്. ഈ എപ്പോഴും ഓല ഭാഗത്താണല്ലോ. ഞാൻ നിന്നോട് സ്നേഹം ഉണ്ടായിട്ട് പറയണം മോളെ, ആരെയും അടുപ്പിക്കാൻ പാടില്ല കൂടുതലായിട്ട്. ഇത്ത അതിപ്പോൾ അവരങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ നമ്മളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതൊക്കെ ശരിയായിരിക്കാം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സത്താറ് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ നിൻ്റെ ഷമ്മാസിനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. പറയാൻ പറ്റൂല. കാരണം അവന് എന്തിനാ എൻ്റെ ഭാര്യനെ നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പൊന്നു മോളെ നുസി, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. കാരണം ഈ എൻ്റെ അനിയൻ ഷാമോൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ആ തള്ളനെ അടുപ്പിക്കരുത്. തള്ളന് വേഗം കൊണ്ട് പുറത്താക്കി. ഇമ്മെന്തിന് ഇവരെ ഇവിടെ വെച്ചുകൊണ്ട് നിൽക്കണത്? ഇത്താ പാവല്ലേ. എന്തൊക്കെ തന്നെ പറഞ്ഞിട്ട് നുസൈബ അതിൽ വീഴുന്നില്ല. നുസൈബാക്ക് കരുണയാണ് അവളുടെ മനസ്സിൽ. അവൾക്ക് വിഷമമാണ്. അവൾ ആ കാര്യത്തിലൊന്നും അവൾ വല്ലാതെ വീണു പോവില്ല. കാരണം അവളുടെ മനസ്സിൽ തഖ്വ കൊണ്ട് തന്നെ
അങ്ങനെ അതാ അന്ന് ഷമ്മാസ് സൗദയുടെ ഉപ്പയെയും അവളുടെ അനിയത്തിമാരെയും ഉമ്മയെയും ഒക്കെ അതാ ആ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള തിരക്കിലാണ്. എല്ലാവരും പോയി ആ വില്ല കാണാൻ. മാഷാ അല്ലാ, കുഴപ്പമില്ലാത്ത നല്ലൊരു വില്ല തന്നെ, എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഒരു പാകത്തെ ചെറിയ വില്ല. ഇത് തന്നെ എമ്പാടും. മാഷാ അല്ലാ, ഈ ഒരു വീട് നല്ല വിശാലമായൊരു വീടും. ശരിക്കും അത് ഹഫ്സയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇക്ക, ആ അതെ, ഇതുപോലുള്ള വീടുകളിലൊക്കെ താമസിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? നമ്മളാ ചെറിയ കൊച്ചു കുടിലല്ലേ കഴിഞ്ഞിരുന്നത്. പെട്ടെന്ന് ഇതിലേക്ക് മാറുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. ഹാഫ്സ, പഠിച്ചോന് വലിയോനാണ്. ആരുടെ കൈകൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സഹായം കിട്ടുക എന്നൊന്നും പറയാൻ പറ്റൂല. എല്ലാം പടച്ച റബ്ബിന് നിഅമത്ത്, അല്ലാതെ എന്ത് പറയാനാ? അതേ സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാണ് ഈ ഒരു വീടൊക്കെ നമുക്ക്. എല്ലാ പണികളും കഴിഞ്ഞ സുന്ദരമായ നല്ലൊരു വീട്. പക്ഷേ ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതൊന്നും ഷമ്മാസ് എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് അവനോട് ചോദിക്കണം എന്നുണ്ട്. എങ്കിലല്ലേ നമ്മൾക്ക് ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അന്ന് തന്നെ അതാ ചെറിയൊരു വിരുന്ന് ഷമ്മാസ് അവിടെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. അതായത് ആരുമില്ല, പുത്തൻവീട് തറവാട്ടിലുള്ളവരും പിന്നെ ഉസ്താദും സമീറയും, അതെ, അവർ മാത്രമായിട്ട്, വേറെ പുറത്തുള്ള ഒരാളുകളും ഇല്ല. ചെറിയൊരു സൽക്കാരം. അതിനു വേണ്ടിയിട്ട് ഷമ്മാസ് അവിടേക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം ഏൽപ്പിച്ചിരുന്നു. അതെ, ആ ഒരു ചെറിയ ഡൈനിങ് ഹാളിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചു. ഐഷമ്മ പാല് കാച്ചുകയും ചെയ്തു. മക്കളെ, നിങ്ങൾ ഇനി ഇവിടെ നല്ല സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ഇവിടെ ഇരുന്നോളി. നിങ്ങളാരും ഉപദ്രവിക്കാനും ഇറക്കി വിടാനും വരൂല. നിങ്ങൾ നല്ല മട്ടത്തിന് ഇവിടെ നിന്നോളി. നിങ്ങളൊന്നുകൊണ്ടൊന്നും വിചാരിക്കണ്ട. എന്നാൽ സൗദക്ക് ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഉപ്പാക്കും എൻ്റെ അനിയത്തിമാർക്കൊക്കെ വീട് കിട്ടിയല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ അവൾക്ക് അവരോടല്ലായിരുന്നു ദേഷ്യം, സത്താറും മക്കളും, സത്താറിൻ്റെ മക്കളോടായിരുന്നു. സത്താറിൻ്റെ മക്കൾ ഏത് വകുപ്പിലാണ് അവർ കൊണ്ടാക്കുന്നത്? എന്നാൽ അവിടേക്ക് അന്ന് സത്താറിൻ്റെ ഭാര്യയും മക്കളും വന്നപ്പോഴും സൗദക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇപ്പോൾ എന്തിനാ ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിരിക്കണത്? നമ്മൾ മതി, നമ്മൾ വീട്ടുകാർ മതി പറഞ്ഞിട്ട് പുറമക്കാരൊക്കെയാണല്ലോ ക്ഷണിച്ചിരിക്കണത്. പക്ഷേ ഐഷമ്മ പറഞ്ഞു, അത് നമ്മൾ വീട്ടിൽ നിൽക്കല്ലേ, ഇന്ന് വൈകുന്നേരത്തോടു കൂടെ ഓല വീട്ടിലും കൊണ്ടാ. അപ്പം പിന്നെ ഓല കൂട്ടാഞ്ഞാലും പറ്റൂലല്ലോ. ചുരുക്കി പറഞ്ഞാൽ അതാ ഹഫ്സക്കും ഭർത്താവിനും മക്കൾക്കുമുള്ള വീട്ടിൽ, പുത്തൻ വീട് തറവാട്ടിലെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന സന്തോഷകരമായ നിമിഷങ്ങൾ. ഉസ്താദ് പ്രത്യേകമായിട്ട് ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. അല്ലാഹുവേ, ഈ ഒരു വീട്ടിൽ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. എന്നാൽ ഹഫ്സയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് തൻ്റെ പ്രിയപ്പെട്ട പിതാവായിരുന്നു. ഉപ്പയുടെ മകൾ ഇപ്പോൾ വളരെയധികം സുരക്ഷിതമാണ്. അതെ, ആ കൊച്ചുകുടിലല്ല ഉപ്പ ഇപ്പോൾ താമസിക്കുന്നത്. ഉപ്പയുടെ മകൾ നല്ല വീട്ടിലാണ്. അവൾ തൻ്റെ ഉപ്പയെ ഓർത്ത് ഉപ്പാക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. എന്നാൽ ഐഷുമ്മ പാല് കാച്ചിലും എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കുമായി അര ഗ്ലാസ് വീതം പാല് നൽകുമ്പോൾ ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മക്കളെ, ഇങ്ങളൊക്കെ ഭാഗത്തൊരു അധികം തായി കിട്ടിയാൽ ഉമ്മാക്ക് സമാധാനമായി. ഇങ്ങളെ ഇടങ്ങാറാകുക എന്ന് കണ്ടാൽ ഉമ്മാക്ക് സഹിക്കൂല. എന്നാൽ അതാ വലിയ വയറുമായിട്ട് നമ്മുടെ ഷമീറയും, പഠിച്ചോനെ അതിനകത്തൊന്നും ആയിട്ടില്ല, പക്ഷെ വയറ് കണ്ടാൽ പ്രസവിക്കാനയക്കണ് തോന്നും. ഐഷുമ്മാക്കത് കണ്ടപ്പോൾ നെഞ്ചി പൊട്ടിപ്പോയി. ഉമ്മാൻ്റെ കുട്ടിയെ, ഓ ഉമ്മ, അതെ, അതിനത്ര ആയിട്ടൊന്നുമില്ലേ. എന്നാലോ ഒന്നാമത് പിന്നെ സെമീറ തടിയുണ്ട്. തടിയുള്ള പെണ്ണുങ്ങൾ ഗർഭിണി കൂടി ആയാൽ 4 മാസമാകുമ്പോൾ തന്നെ, 4-5 മാസമാകുമ്പോൾ തന്നെ 10 കഴിഞ്ഞ മാരിയാണ്. ഉമ്മ അത് കണ്ട് സന്തോഷിച്ച് പറഞ്ഞു, പൊന്നു മോളെ, എനിക്ക് മനസ്സൊക്കെ സന്തോഷമാണ്. അത് തടി മണ്ണുള്ളവർക്ക് കുറച്ച് പള്ളൊക്കെ നല്ലോണം, പള്ളി നാവിയൊക്കെ ഉള്ളവർക്ക് നല്ലോണം കൂടി വരും. ഒരു 4-5 മാസം തന്നെ ശരിക്ക് 10 കഴിഞ്ഞ് നിൽക്കണോലെ പോലെ തന്നെ തോന്നും. പ്രത്യേകിച്ച് ഇരട്ടക്കുട്ടികളും ആവുമ്പോൾ ഒരു പേടി മോള് കരുതണ്ട കേട്ടാ. പടച്ച റബ്ബ് മോൾക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. എന്നെ മച്ചി എന്ന് പറഞ്ഞ് തള്ളിയോലല്ലേ, അപ്പം എൻ്റെ മാപ്പിളായിട്ടും എൻ്റെ നാത്തൂന്മാരായിട്ടും തല്ലിയിട്ടും കുത്തിയിട്ടും പണിയെടുപ്പിച്ചിട്ടും
അങ്ങനെ ജടങ്ങാറായതല്ലേ മച്ചി 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 എന്ന് എത്രയേ പ്രാവശ്യം ഒരു പറഞ്ഞേക്കണ്. ഇപ്പം കണ്ടില്ലേ ഉസ്താദിൻ്റെ അടുത്ത് ഇങ്ങോട്ട് എത്തിയപ്പോൾ തിരിച്ച് എന്തായി എനിക്ക് ഗർഭമുണ്ടായി. അതന്നെയല്ലേ പടച്ചോനല്ലേ വലുത്. അല്ലാതെ ആളുകൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. സങ്കടമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിലൊക്കെ ഇതിലാണ്ട് വിടുക. ഇനിയും ചിലപ്പോൾ എന്നെ കണ്ട കൊത്തി വലിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ആ പെണ്ണ് ഗർഭിണി ആവില്ല എന്നൊക്കെ പറഞ്ഞല്ലേ പിന്നെ എങ്ങനെ ആയി അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലരും അതിന് നിൽക്കും. അതൊന്നും ഉമ്മാൻ്റെ കുട്ടി കേൾക്കരുത്. പടച്ച റബ്ബിനെ സ്തുതിക്കുക, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ സന്തോഷത്തോടെ ആ അബൂബക്കറുടെ വീട്ടിൽ എല്ലാവരും കൂടിയപ്പോൾ അദ്ദേഹം തന്നെ ശരിക്കും ഷമ്മാസിൻ്റെ കൈകൾ പിടിച്ച് പറഞ്ഞു, മോനെ ഉപ്പ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഉപ്പാക്കുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചോളാം. ഉപ്പ ബുദ്ധിമുട്ടി ജോലിക്കൊന്നും പോകണ്ട. ഉപ്പാൻ്റെ കാര്യങ്ങളൊക്കെ മോനെ അങ്ങനെയല്ല, ഞാൻ എന്ത് ജോലിയും ചെയ്യും മോനെ, എനിക്ക് മക്കളെ പോറ്റണം. അതെ മക്കളല്ലേ ഓലെ പോറ്റണ്ടേ ഉപ്പ. നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൊന്നും ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മോനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, സാരമില്ല, അതൊക്കെ എങ്ങനെ വെച്ചാലും അല്ല മോനെ ഇതിൻ്റെ വാടകയൊക്കെ എങ്ങനെയാണ് എൻ്റെ കുട്ടി പറഞ്ഞാൽ അതിനനുസരിച്ച് എൻ്റെ ഉപ്പ നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങളൊന്നും അറിയേ വേണ്ട, നിങ്ങൾ സന്തോഷത്തോടു കൂടെ ജീവിച്ചാൽ മതി. ശരിക്കും അത് ഹഫ്സ കരയുകയായിരുന്നു ഐഷുമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട്. ഉമ്മ എങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായത് അറിയുന്നില്ല. ഇത്ര നല്ലൊരു വീട്ടിൽ താമസിക്കുക, എൻ്റെ മക്കളൊക്കെ എന്തോ ഒരു സന്തോഷത്തിലാണ്. ചോർന്നൊലിക്കുന്ന ആ ഒരു കൊച്ചുകുടിലിൽ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് നിങ്ങൾ സെറ്റാക്കി തരുന്നത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഉമ്മ. മോളെ നമ്മളെല്ലാവരും പടച്ച റബ്ബ് സൃഷ്ടിച്ചാണ്. അപ്പോൾ പടച്ചോൻ ചോദിക്കും നമ്മളോട്, എന്ത് ഇങ്ങൾക്ക് ഞാൻ സമ്പത്ത് തന്നു, നിങ്ങൾ എന്തുകൊണ്ട് മറ്റവർക്ക് അത് കൊടുത്തില്ല എന്ന് ചോദിക്കും. ഇങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ മാത്രമല്ല അള്ളാഹു സമ്പത്ത് തന്നത്, നമ്മളെപ്പോലെ ആയ മനുഷ്യന്മാർ തന്നെയാണത്. അപ്പോൾ ഉള്ളവരെ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മക്ക് അള്ളാഹു സമ്പത്ത് നൽകുന്നത്. അല്ലാതെ ഞമ്മക്ക് മാത്രം വലിയ വീടുണ്ടാക്കലും വലിയ ഇതുണ്ടാക്കലും വലിയ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി വാടക അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളുള്ളവരില്ലാത്തവർക്ക് കൊടുക്കണം. അങ്ങനെ നമ്മളെ സമന്മാരാവുള്ളൂ. അല്ലേ നമ്മൾ ചോദിക്കൂല പൊന്നുമോളെ. മരണം കഴിഞ്ഞ് മൈഷറിലെത്തി അങ്ങനെ ഓരോരുത്തരുടെ കൂടെ കിതാബുണ്ട് എടുക്കാൻ പറയും, കിതാബുണ്ട് എടുത്ത് വായിക്കാൻ പറയും, വായിച്ചുകൂടി അങ്ങോട്ട് തരും. അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ചെയ്തതും പറഞ്ഞതും കണ്ടതും കേട്ടതും ഒക്കെ അതിലങ്ങനെ എഴുതും. അതിൽ ഉണ്ടാവൂലേ ഐഷുമ്മ, പുത്തൻ വീട് തറവാട്ടിൽ ഐഷുമ്മ. ഐഷുമ്മക്ക് പേരങ്ങോട്ട് വിളിക്കുമല്ലോ, പിന്നെ ഐഷുമ്മ എന്ന് വിളിക്കൂല, ഐഷ നെയ്ക്കാരം. പുത്തൻ വീട് തറവാടിൽ ഐഷ. അവൾക്ക് കുറേ സമ്പത്ത് ഞാൻ നൽകിയിട്ടുണ്ട്, പക്ഷേ ഓളൊരു കുട്ടിക്കും ദാനം ചെയ്തില്ല, ഒരാൾക്കും കൊടുത്തില്ല. അവൾ ഒരുപാട് ബിൽഡിംഗ് ഉണ്ടാക്കി, അവൾ ഒരുപാട് കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കി. പഠിച്ചോൻ ചോദിച്ചു, എന്താ ആയിഷ അങ്ങനെ നീ ചെയ്തത്? അപ്പം ഞാൻ എന്തുത്തരം പറയും, പോയിക്കോ നരകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ എന്തിനു നന്നിൻ്റെ പൊന്നാരെ, ഇന്നല്ലേ നാളെ നമ്മൾ മരിച്ചു പോവും. അപ്പോൾ ചോദിക്കൂലേ നമ്മൾ ആർക്ക് കിട്ടിയിട്ട് ആർക്ക് കൊടുത്തു, എന്ത് ചെയ്തു എന്ന് ചോദിക്കും. സമ്പത്ത് എന്തിനു വേണ്ടി വിനിയോഗിച്ചു, ഉത്തരം മുട്ടൂലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആണെന്നാണ് എൻ്റെ മനസ്സിൽ. മരിച്ചു പോകാനാകുമ്പോഴത്തിന് എൻ്റെ കയ്യിൽ ഒരു സമ്പാദ്യം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒക്കെ കൊടുക്കണം എല്ലാവർക്കും. അല്ലാ, ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അവരെല്ലാം ഒന്ന് ഞെട്ടിപ്പോയി. പ്രത്യേകിച്ച് ഹഫ്സ പറഞ്ഞു, ഉമ്മ നിങ്ങളെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ചത് അത് എൻ്റെ ഭാഗ്യമാണ്, എൻ്റെ മക്കളെയും ഭാഗ്യം. ഉമ്മാൻ്റെ മരുമകൾ സൗദയൊക്കെ എത്രമാത്രം ഭാഗ്യവതിയല്ലേ, അവള് ഭാഗ്യം ചെയ്തവളാണ്. മോളെ എന്താ ചെയ്യുക, പക്ഷെ നമ്മളെ കണ്ടൂടല്ലോ നമ്മളാർക്കും കണ്ടൂടല്ലോ. നമ്മൾ എത്രയൊക്കെ തന്നെ ചെയ്താലും നല്ല മട്ടത്തിന് ഒക്കെ ആക്കീന് പറഞ്ഞിട്ടിപ്പോൾ എന്താ, സാരമില്ല ഏതായാലും. എന്നാൽ അവൾ പറയുന്നു, ഉമ്മ ഇന്ന് പോവണ്ട, ഇന്നിവിടെ നിന്നോളിട്ടോ എല്ലാവരും. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, പൊന്നു മോളെ ഇനിയിപ്പോൾ ബലിയും കൂടെ ആക്കി കൊടുക്കട്ടെ, ഇവലെ അങ്ങോട്ട് ആക്കി കൊടുത്താലേ ഇനി ഇപ്പോൾ പുത്തൻ വീട് തറവാട്ടിക്ക് പോട്ടെ. രണ്ടാളിപ്പോൾ അവിടെ ഉണ്ടല്ലോ, നൊസിയുണ്ട് സൗദിയുണ്ട്, 2 കുട്ടികളുണ്ട്.
ഇപ്പം പിന്നെ വലിയ വേറില്ലല്ലോ പണ്ടത്തെ മാതിരി. മറ്റേ ഒറ്റക്കാകുമ്പോൾ വല്ലാത്ത ഇടങ്ങാറിന് ആരും ഇല്ലാത്ത അവസ്ഥയിൽ എൻ്റെ റബ്ബേ ഒരു കാലം ഉണ്ടേന് അങ്ങനെ ഒന്നും ഓർമ്മിപ്പിക്കണില്ല. എല്ലാവർക്കും അറിയണേ തന്നെ. പഠിച്ചോനെ എൻ്റെ നുസിനെ കൊണ്ടാക്കിയ കാലം ആലോചിച്ചുകൂടെ റബ്ബേ. എൻ്റെ നുസി ഇല്ലാത്തൊരു കാലം ആരുമില്ലാതെ ഞാൻ ഇടങ്ങാറായി. പൈസ വേറെ ഇത് പമ്പറഞ്ഞോളം കൊണ്ട് ഔത്തക്കും കയറി. ഷാനി എന്ന് പറഞ്ഞൊരു എഴുത്തിനെ കൊണ്ട് പൊന്നാരെ അതിനെ കൊണ്ടുള്ളൊരു അതാബെന്തേനും പഠിച്ചോൻ കാക്കട്ടെ. അല്ലാ ഇനി അങ്ങനത്തെ ഒന്നും പെടുത്തല്ല അല്ലാ റബ്ബേ. ഏതായാലും അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. പഠിച്ചോനെൻ്റെ കുട്ടിക്ക് നീ നല്ല ബുദ്ധി കൊടുക്ക്. അങ്ങനെ അതാ അവിടെ നിന്ന് എല്ലാവരും പോകുവാൻ വേണ്ടി ഇറങ്ങും. ഉമ്മ പോവല്ലേ? എൻ്റെ പൊന്നാര പഠിപ്പ് എല്ലാവരും നല്ല കിസ്സ പറച്ചിലാണല്ലോ. അതേ മോനെ, എല്ലാവരും കൂടി പുത്തൻ വീട് തറവാട്ടിൽ നിന്നോരല്ലേ. അപ്പോൾ ഓരോരുത്തരും ഓരോ വീട്ടിൽ ഇങ്ങനെ വേറെടുത്ത് വെക്കുമ്പോഴേ മനസ്സിനുള്ളിലൊരു നീറല് ഒരു വേദന വരികയാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ ഇരുന്ന് വർത്താനം പറയാൻ എൻ്റെ പൊന്നാരേ. അല്ലമ്മ പോകണ്ടേ മോനെ? ഇന്നിപ്പോൾ ഇവള് പറഞ്ഞത് അഫ്സ പറയണത് ഇന്ന് ഇവിടെ നിന്നോളി, എല്ലാവർക്കും കൂടി ഇവിടെ നല്ല മട്ടത്തിൽ നിൽക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്താ മാണ്ടിയത് എൻ്റെ പൊന്നുമ്മ? ഇന്നിപ്പോൾ ഇനിയിപ്പോൾ അവരെ കൊണ്ടാക്കണ്ടേ? അവരെ കൊണ്ടാക്കി കൊടുക്കണ്ടേ? അവരെ വീട്ടിലേക്ക് അവരെ അങ്ങ് ആക്കി കൊടുത്ത സമാധാനമായില്ലേ ഉമ്മ? എന്നാൽ അത് കേട്ട് സൗദ നുസൈബയെ തോണ്ടി. നോക്കടി അങ്ങോട്ട്, എൻ്റെ മാപ്പിളക്ക് ഓല കൊണ്ടാക്കുന്ന ചിന്തയാണ് എപ്പോഴും. എന്താന്നില്ലേ മോനെ? ഷാമോനെ എന്താ മോൻ പറഞ്ഞത്? അല്ലുമ്മ, അവരെ മക്കളെ അവളങ്ങോട്ട് ആക്കി കൊടുത്താലേ സമാധാനമായില്ലേ. അവർക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്താലേ ഇനിയിപ്പോൾ ഓല കാര്യത്തിൽ കുറച്ച് നമ്മൾ ഷാമോനെ ശരിയാണ്. എന്നാൽ ഞമ്മക്കൊന്നുണ്ട് ആക്കി കൊടുക്കാൻ പോയാലോ? നുസിയെ, സൗദ, നിങ്ങളെന്നാ ഇവിടെ നിൽക്കി, ഞങ്ങൾ ഓല അങ്ങോട്ട് ആക്കി കൊടുത്താട്ടെ കേട്ടാ. സത്താറിന് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒന്നുണ്ട് ആക്കി കൊടുത്താട്ടെ. എന്നാൽ പിന്നെ ഓൽക്കോലം മട്ടത്തിലൊരു ഭാഗത്തിരിക്കാലോ. ഓൽക്ക് പൊറുതിയേടേക്കാരം. കാരണം മറ്റൊരു പെരയിൽ വന്ന് നിൽക്കാറുമ്പോൾ ഓൾക്കിപ്പോൾ ഇടങ്ങാറായിരുന്നു. പുത്തൻ വീട് തറവാട്ടിൽ 2 ദിവസം നിൽക്കണിട്ട് കാര്യമില്ല. ഉമ്മ, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ എപ്പോഴും അതേന്ന് പറഞ്ഞിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് ആക്കി കൊടുത്താലേ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, എന്താ ഇപ്പോൾ ബുദ്ധിമുട്ട്, നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴേക്ക് വീണ്ടും അതാ സൗദ നുസൈബയെ തോണ്ടി. അങ്ങോട്ട് നോക്കടി, സന്തോഷമാണ് എന്ന് ഓല നോക്കണതേ. അല്ലെങ്കിൽ ഓല നോക്കണതും വർത്താനം പറയണൊക്കെ വേറൊരു ഇതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എത്രങ്ങാനും സാധനങ്ങളപ്പോൾ ഷമ്മാസ് കൊണ്ടുവരുന്ന പെരീക്ക്. നമ്മളെ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നേക്കാൾ മുമ്പ് ആ കുട്ടികളെ വിളിച്ച് വരും. മോനൂസേ, മോളൂസേ അങ്ങനെ പറഞ്ഞിട്ട് ഓല വിളിച്ച് വേയാണ്ട് കൊടുക്കണാണ്. എന്നാൽ നുസൈബ പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അത് നമ്മുടെ മക്കളൊക്കെ തന്നെ കിടക്കുന്ന പാല് കുടിക്കുന്ന മക്കളല്ലേ. അവരൊക്കെ ഇപ്പോൾ എന്ത് കഴിക്കാനാ? അല്ലടി, എന്നാലും അങ്ങനല്ലല്ലോ. എത്രങ്ങാനും മുട്ടായി ആയിട്ടും ഐസ്ക്രീം ആയിട്ടും ഈ ഫ്രൂട്ട്സ് ആയിട്ടും ഒക്കെ ആ കുട്ടികളെ കളിക്കോപ്പായിട്ടും വിളിച്ച് കൊടുക്കുകയാണ്. എന്താ മക്കളൊരു സന്തോഷം. എന്ത് കാര്യത്തിനാണ്? അതിത്ത എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. ഇത്തയുടെ അനിയത്തിമാർക്കും അനിയനും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അത് പോട്ടെ, അത് എൻ്റെ ചോരയാണ്. അത് എൻ്റെ അനിയത്തിമാരും അനിയനൊക്കെയാണ്. അത് കൂട്ടണ്ട. അതേപോലെയാണ് ഓലെന്ന് വെച്ചാൽ പുറമക്കാർക്ക് ഇത്രയും നല്ല മട്ടത്തിൽ എന്തൊക്കെയാണ് ആ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണതോ. താത്ത അങ്ങനെ ചിന്തിക്കണ്ട. ഏതായാലും അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ ഇവിടെ എത്തിപ്പെട്ടല്ലോ. ആ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ആകെ ടെൻഷനായിരുന്നു ഉമ്മയെ ഒന്ന് കണ്ടുവിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ നടന്നല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എൻ്റെ ഷമ്മാസ് എങ്ങനെ അതിൽ പെട്ടുപോയി എന്താ കാട്ടുക? നിങ്ങൾ എന്തേ പറയണത്? എയിൽ അല്ലടി, പറയാൻ പറ്റില്ല. എപ്പോഴും ആ കുട്ടികളെ കൊഞ്ചിച്ചുകൊണ്ടും ആ പമ്പറന്നോളം നോക്കിക്കൊണ്ടും നടക്കണവനെ. പഴയ പോലെ എന്നോട് സ്നേഹമൊന്നും ഇല്ലാത്തതുകൊണ്ട്. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ. എന്നോട് പഴയ സ്നേഹം ഇപ്പോഴും ഷാമോൻക്കുണ്ട്. അതെ, പക്ഷേ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളും കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണമല്ലോ. വിട്ടുവീഴ്ച, എൻ്റെ ഒരു വിട്ടുവീഴ്ച. ഈ അങ്ങനെ നിന്നോട്ടോ. പിന്നെ എപ്പോഴാന്നാവും താത്ത, സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊന്നുമില്ല സത്യമായിട്ടും. അങ്ങനെ ഏതാ സത്താറിൻ്റെ ഭാര്യയെയും മക്കളെയും കൊണ്ടുവിടാൻ നിൽക്കുകയാണ് ഷമ്മാസ്. ഉമ്മയില്ലേ? ആ മോനെ, ഞാനും ഒന്നാണ്ട് വരാം. അല്ല നുസിയേ, ഉമ്മ ഒന്ന് പോയി തരാട്ടാ. ആ മക്കളൊന്നാണ്ട് ആക്കി കൊടുക്കാനേ. ബാപ്പയില്ലാത്ത കുട്ടികളല്ലേ. അപ്പോൾ പിന്നെ ഇമ്മയാണെങ്കിൽ സുഖമില്ലാത്തതും. അപ്പോൾ കുറച്ച് നമ്മൾ പോലെ കാര്യത്തിലൊരു ശ്രദ്ധയൊക്കെ മാണ്ടേ. പഠിച്ചോൻ ചോദിച്ചൂലേ. ഏതായാലും സൗദ മോളെ, ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടാ. നിങ്ങൾ മക്കളെ നുളൊളിപ്പിച്ചിട്ട് മക്കളെ നല്ലോണം 2 ആളും നോക്കണം.
മോളെ ഹഫ്സ, ആ ഉമ്മ, ഞാനൊന്നേ ബെല്ലാം അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് വരാം. ഉമ്മ നിങ്ങൾ പോവുകയാണോ? അല്ല മോളെ, ഞാൻ തിരിച്ചുകൊണ്ട് വരാം. ഉമ്മ ഇന്ന് എന്തായാലും ഇവിടെ നിന്നോലിട്ടോ, നോക്കട്ടെ ഇൻഷാ അല്ലാ, എന്തൊക്കെ തന്നെയാലും ഓല അങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ. എന്നാൽ അതാ ഹഫ്സ പറയുന്നു സത്താറിൻ്റെ ഭാര്യയോട്, ഇത്ത ഇന്നിവിടെ നിന്നോളി, ഇന്നിവിടെ നിന്നിട്ട് നാളെ പോവാം, ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഇവിടെ നിൽക്കാലോ, ഇവിടെ സൗകര്യമൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അതാ അവർക്കും വല്ലാത്തൊരു അത് കേട്ടപ്പോൾ, അത് മോളെ ഹഫ്സ, ഞാൻ പോകാൻ ഒരുങ്ങട്ടെ, എന്തായാലും ഷാമോന് വണ്ടിയിലേക്ക് പോയിട്ടുണ്ട്, ഞാൻ എന്നാൽ പോട്ടെ കേട്ടോ. അല്ലിത്ത ഇന്നിവിടെ നിന്നോളി കേട്ടോ. എന്നാൽ ഉമ്മ അത് കേട്ട് എന്താ പറയണത്? അല്ലേ ഉമ്മ, ഇന്ന് എല്ലാവരും കൂടി ഇവിടെ നിൽക്കുക, എൻ്റെ ഒരു സന്തോഷത്തിന് നമുക്ക് രാത്രി ഒരു നല്ല മൗലിതൊക്കെ ചൊല്ലി പാരായണമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇന്ന്. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുമ്മയും വിചാരിച്ചു, അത് നല്ലൊരു പണിയാണ്, ഇന്ന് ഇവിടെ നിന്നോളി, ഇന്ന് എല്ലാവർക്കും ഇവിടെ നിൽക്കുക. ഷാമോൻ എന്തും ഒരുങ്ങില്ലേ മോനെ, ഇങ്ങോട്ട് ഇറങ്ങിക്കാണേ. അവൻ അതാ ആ സ്കോർപിയോയിൽ നിന്ന് ഇറങ്ങി. എന്തുമ്മാ പൊന്നാര കുട്ടിയെ, ഞമ്മക്കിന്ന് ഇവിടെ നിൽക്കാം. എന്തിയേ? എന്തുമ്മ നിങ്ങളീ പറയുന്നു? അതന്നെ ഒരു പൂതിയല്ല ഓലെ, ഏതായാലും ഞമ്മ ഇതുവരെ ഒരുമിച്ചാണ് ജീവിച്ചത്, നമ്മളെ പേര് ഇത്രയും ദിവസം അവർ നിന്നില്ല, അപ്പം ഇവിടെ നിൽക്കണ്ടേ നമ്മൾ. എന്നാൽ ശരിക്കും ഷമ്മാസ് പറഞ്ഞു, എൻ്റെ പൊന്നുമ്മ നിങ്ങൾ ഇവിടെ നിന്നോളി, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. എന്തിന്? എല്ലാവരും ഇവിടെ നിൽക്കുക തന്നെയാണ്, പിന്നെ ഓളും മക്കളൊക്കെ ഇവിടെ നിൽക്കാൻ നിൽക്കണേ, ഇനിയിപ്പോൾ ഓളെ നാളെ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടാക്കാം. എന്തിട്ടാ? അങ്ങനെ മതിയോ സെലിത്ത? പിന്നെ അങ്ങനെ മതിയോ ഷാമോനെ? എന്നാൽ അങ്ങനെ മതി, ഇന്ന് സന്തോഷത്തോടെ എല്ലാവർക്കും കൂടി ഇവിടെ നിൽക്കുക കേട്ടോ. അത് വല്ലാത്ത സന്തോഷം തോന്നി എല്ലാവർക്കും. ഷമ്മാസും പതുക്കെ ഒന്ന് ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാൽ അപ്പോഴേക്കും അതാ സൗദ നുസൈബിയെ തോണ്ടാൻ തുടങ്ങി. അങ്ങോട്ട് നോക്കടി, ഒരു സംസാരിക്കണം, എന്താ പോലെ ചെറിയും കളിയും വർത്താനൊന്നാ, സ്വന്തം ഭാര്യ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ ഒന്നുമില്ല. എന്നിട്ട് ആ ഒരു താത്താനായിട്ട് ഇങ്ങനെ ഓൻ വർത്താനം പറഞ്ഞിരിക്കണേ. എൻ്റെ ഇത്ത പ്ലീസ്, അത് അങ്ങോട്ട് കൊണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലടി, എനിക്ക് അറിയായിട്ടാണ്, എൻ്റെ ഇളച്ചിയായതുകൊണ്ട് ഞാൻ പറയണം, എനിക്ക് എന്നോട് പെരുത്ത സ്നേഹമാണ്, എപ്പോഴും ഒരു കരുതൽ വേണം. സത്താറിന് പെണ്ണുങ്ങളൊന്നും അത്ര നല്ലതൊന്നാവില്ല, സത്താർ വളരെ മോശം ആളായിരുന്നു. അപ്പോൾ അവൻ്റെ പെണ്ണുങ്ങൾ ഇത്ര നല്ലതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അവൻ്റെ പെണ്ണുങ്ങൾ എത്രക്കാരെന്ന് ആർക്കറിയാം. എൻ്റെ ഷമ്മാസിനോട് ഈ പറഞ്ഞുകൊണ്ട് വല്ലാതെ അടുക്കരുത് അതിനോട് എന്ന്. കാരണം ആ മക്കളും നിനക്ക് കണ്ടുകൂടന്നെ ആ മക്കളെ, എന്താ അറിയില്ല, അയാളെ മക്കളായിട്ടേക്കും ഒരു വൃത്തികെട്ട മക്കളായ പോലെ തോന്നും. അല്ല അങ്ങനെ പറയാൻ ഒരു ലോക്കൽ മക്കൾ. പഠിച്ചോനെ അങ്ങനെ പറയല്ലേ, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എല്ലാവരും ഒരുപോലെയാണ്. അതിൽ കറുത്ത് വരുന്നോ വെളുത്ത് വരുന്നോ അങ്ങനെ വ്യത്യാസമില്ല അള്ളാഹുവിന്. അത് കറുത്തിട്ടും വെളുത്തിട്ടല്ല, വെളുത്ത മക്കളൊക്കെ തന്നെയാണ്. അതല്ല, എനിക്ക് എന്താ അറിയില്ല, സത്താറിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് ആറ്റങ്ങളെ കൊല്ലാൻ തോന്നുകയാണ്. എൻ്റെ പൊന്നിത്ത പ്ലീസ് അങ്ങനെയൊന്നും ചിന്തിക്കല്ലിട്ടോ, നിങ്ങൾ ചിന്തിക്കല്ല. എന്താ അറിയില്ല, എൻ്റെ അനിയത്തി പെണ്ണും ഓനൊക്കെ ഉള്ള അവിഹിതമൊക്കെ നാട്ടാൽ അറിയിട്ടാണ്. അല്ലെങ്കിലുണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു നുസൈബ, സത്യേറ്റും എന്തോര് എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ മേനിങ്ങോട്ട് എടുത്ത് പിടിക്കുകയാണ്. അയാളെ മക്കളെ എവിടെ കൊടുന്ന് കയറ്റാൻ പാടുണ്ടോ? താത്ത, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ആ മക്കൾ എന്ത് പിഴച്ചു? അതെ, ആ പെണ്ണും പിള്ള എന്ത് പിഴച്ചു? പാവാണ് അവർ. എന്താണ് അവർ ചെയ്ത് തെറ്റ്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കുറേ മാപ്പിള കെട്ടാൻ വേണ്ടി നടന്നേനോ ഇതിന് മുമ്പ്, എൻ്റെ പിന്നാലെ കുറേ നടന്നതാണ്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഓനെ. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ പെണ്ണ് കൂടി ഓളെ കെട്ടൽ എന്തൊക്കെയാണ് അയക്കണ്, ജയിലിലും ആയില്ലേ, നന്നായി അത്. എനിക്ക് ആ പെമ്പറിനോട് ഇഷ്ടമില്ല, എൻ്റെ മക്കളെ ഇഷ്ടമില്ല, പോണ വയ്ക്ക് പോയിക്കോട്ടെ. എന്നാൽ അതാ സൗദ സത്താറിൻ്റെ ഭാര്യയോട് ഒരു അവഗണന കാണിക്കുകയാണ്. അവൾ ആ റൂമിലേക്ക് അവർ സംസാരിക്കുന്നിടത്തേക്ക് വന്നപ്പോൾ സൗദ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബകാര്യങ്ങളെ കുറേ പറയാണ്ടാവും, എന്തിനിപ്പോൾ ഇങ്ങോട്ട് കയറുന്നത്? ശരിക്കും അത് കേട്ടപ്പോൾ അവരുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. അവർ വാതിൽ ചാരി, ഞാൻ അറിയാതെ വന്നതാണ്. എന്നാൽ നുസൈബ് അത് കേട്ടപ്പോൾ വല്ലാതെ വിഷമിച്ചു. എന്താ സൗദത്ത നിങ്ങളീ പറയുന്നത്?
നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. ഞാനും പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് വന്നതാണ്, നിങ്ങളും പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് വന്നതാണ്. പക്ഷെ നമ്മൾ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. പാവാണ്. പെട്ടെന്ന് അതാ നുസൈബ് എഴുന്നേറ്റ്. അതെ ഇത്ത ഇങ്ങോട്ട് പോരി. ഇത്ത ഇത്ത അല്ല മോളെ, നിങ്ങൾ സംസാരിച്ചിരുന്നോളി, ഞാൻ അറിയാതെ അങ്ങോട്ട് കയറി വന്നു പോയതാണ്, സോറി. അല്ലിത്ത സാരല്ല, അതിനെന്താ, അത് അവരെന്തോ. അല്ല മക്കളെ കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം. എനിക്കിന്നിവിടെ നിൽക്കാൻ കൊതിയുണ്ടായിരുന്നല്ല, പക്ഷേ ഹഫ്സത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നതാണ്. ഹഫ്സത്ത് നല്ലൊരു സ്ത്രീയാണ്, അതായത് അവരുടെ എളാമ ഐഷമ്മയും നീയൊക്കെ. പക്ഷേ സൗദ അവൾ എന്നോട് എന്തൊക്കെയോ ഒരു വെറുപ്പ് പോലെയും കാണിക്കുന്നത്. അടുത്തേക്ക് വരുമ്പോഴേ ഒഴിഞ്ഞു മാറുക. കുട്ടീനെ എടുക്കാൻ ചെന്നപ്പോഴേ വേണ്ട, കുട്ടി പേടിക്കും നിങ്ങളെ കണ്ടിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റം കാണിക്കുക. സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ച് പൊട്ടാണ് മോളെ നുസൈബ. സത്യമായിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. ജീവിതത്തിൽ എന്നും കണ്ണീരായിരുന്നു. ഓലൊക്കെ തന്നെ എൻ്റെ ഭർത്താവിനെ മയക്കിയതും കാട്ടിക്കൂട്ടിയതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, ഓൾ അനിയത്തിനാണല്ലോ കെട്ടിയെന്ന് പറഞ്ഞത്. ഓലമ്മയും ഒക്കെ ഒരു ജാതി സാധനങ്ങളാണ്. എൻ്റെ ഭർത്താവിനെ ഇപ്രാവശ്യം എൻ്റെ ഭർത്താവ് നല്ല രീതിയിൽ നന്നായി വന്നതായിരുന്നു. അപ്പോഴേക്കും വിളിയോട് വിളി. പിന്നെ ഓരോ രാത്രികൾ വരാതായി. അപ്പം തന്നെ മനസ്സിലായി. എന്നോട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കരുത്, ഞാൻ ഡ്യൂട്ടി ടൈമിലായിരിക്കും, രാത്രിയായിരിക്കും ഡ്യൂട്ടി. ഞാനതങ്ങ് വിശ്വസിച്ചു. പിന്നെ എല്ലാം അറിഞ്ഞത് അത് സത്താർ ഖാൻ്റെ നിക്കാഹ് കഴിഞ്ഞിരിക്കണമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഹൃദയം പൊട്ടിക്കരയായിരുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നുസി, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ സാരമില്ലത്ത, ഒന്ന് സാരമില്ല, കണ്ണീര് തുടക്കി. ആരും കാണണ്ട. ഉമ്മയൊക്കെ കണ്ടാൽ പിന്നെ ഉമ്മാക്കൊക്കെ വിഷമമായിരിക്കും കേട്ടോ. ഷാമോന് കണ്ടാലൊക്കെ വിഷമമായിരിക്കും. അവർ അവരുടെ ഷാൾ കൊണ്ട് കണ്ണുനീർ തുടച്ചു. എന്നാൽ അപ്പോഴേക്കും ഹഫ്സ അതാ ഇത്ത ഇങ്ങോട്ട് പോരി, വരി, നമുക്ക് ഭക്ഷണം കഴിക്കാലോ എന്ന് പറഞ്ഞ് ആണുങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് അവരും കഴിക്കുന്നു. എന്നാൽ അതിനിടയ്ക്ക് ഉസ്താദും ഭാര്യയും സെമീറയോട് ഉസ്താദ് പറഞ്ഞു, ഷെമി നമുക്ക് പോവാട്ടോ. ഇക്ക അല്ല പെണ്ണേ, ഇവിടെ എല്ലാവരും കൂടി ഇപ്പം എങ്ങനെ? ശരിയാണ്, 2-3 ബെഡ്റൂമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ ഇവിടെ കിടത്തി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമുക്ക് പോകാം വീട്ടിലേക്ക് കേട്ടോ. ആയുഷ് വേണമെങ്കിൽ ഇവിടെ നിന്നോട്ടെ, അവരുടെ സന്തോഷത്തിന് വേണമെങ്കിൽ കേട്ടോ. ഇക്ക എന്താ നിനക്കിവിടെ നിൽക്കണമെന്നുണ്ടോ? അല്ല അങ്ങനെയൊന്നുമില്ല, എന്നാലും അങ്ങനെയാണോ? നമുക്കങ്ങ് പോകാം, നമുക്ക് പുലർച്ചെ തന്നെ വരാം കേട്ടോ. അങ്ങനെയതാ അന്നത്തെ ദിവസം മനോഹരമായ മൗലിദ് പാരായണം. എല്ലാവരും സന്തോഷത്തോടെ അന്ന് അതാ ഹഫ്സയുടെ ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുകയാണ്. ഐഷുമ്മയുടെ മനസ്സിലും ഒരുപാട് പ്രാർത്ഥനകൾ. റബ്ബേ പഠിച്ചോനെ, നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ, ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.